ആർട്ടോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇതുപോലുള്ള ഫേസിൽ നിന്നും പിമ്പിൾസും ടെക്സ്ചേഴ്സും ഒക്കെ റിമൂവ് ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല, എന്നാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലെയർ ബോക്സിൽ നോക്കി കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ഇമേജിൻ്റെ ലെയർ മാത്രമാണുള്ളത്. ശേഷം ഞാനിവിടെ കീബോർഡിൽ Ctrl+J എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഒരു കോപ്പി ലഭിച്ചിരിക്കുകയാണ്. ശേഷം ഇവിടെ നോർമൽ എന്നെടുത്ത് വിവിഡ് ലൈറ്റ് എന്നാക്കി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഈ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ശേഷം കീബോർഡിൽ Ctrl+I എന്ന് പ്രസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് കളറുകളൊക്കെ മാറുന്ന സമയത്ത് ഇതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോ തുടരാം. ശേഷം വീഡിയോ ഫിൽറ്റർ എന്നതിൽ പോയിക്കൊണ്ട് ഒതർ എന്നതിൽ ഹൈപ്പാസ് എന്ന് സെലക്ട് ചെയ്തെടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജ് ഈ രൂപത്തിലേക്ക് മാറുന്നതാണ്. ഇവിടെ ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ സ്മൂത്ത് ആയിട്ട് വരുന്നത് കാണാവുന്നതാണ്. നിങ്ങളുടെ ഇമേജ് ഈ ഒരു സ്മൂത്ത്നെസ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ എന്ന് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്തെടുക്കുന്നു. ശേഷം ഇവിടെ ഫിൽറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബ്ലറി എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഗോഷൻ ബ്ലറി എന്ന് സെലക്ട് ചെയ്തെടുക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ലഭിക്കുന്നതാണ്. ഇവിടെ ബ്ലറും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒന്നുകൂടെ റിയലായിട്ട് വരുന്ന രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഈ രൂപത്തിലാണ് ലഭിച്ചിരിക്കുന്നത്. ശേഷം ഇവിടെയുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെയർ മാസ്ക് ചെയ്യുന്നു. അങ്ങനെ ലെയർ മാസ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിലുള്ള കളർ ഇപ്പോൾ വൈറ്റ് ആണ്, അത് ബ്ലാക്ക് ആക്കി കൊടുക്കണം. അതിനുവേണ്ടി കീബോർഡിൽ Ctrl+Backspace എന്ന് പ്രസ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ബ്ലാക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമേജ് ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നതാണ്. ശേഷം ഇവിടെ ടൂൾ ബാറിൽ നിന്നും ബ്രഷ് സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്റ്റഡ് ആയിരിക്കുന്ന ബ്രഷ് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളൊരു ബ്രഷാണ്. അതുപോലെ തന്നെ ഒപ്പാസിറ്റിയും ഫ്ലോയും ഒക്കെ 100 ആണ് എന്ന് ഉറപ്പുവരുത്താം. ശേഷം ഈ ഒരു ബ്രഷ് നമുക്ക് ഏതൊരു ഭാഗത്താണോ ഇത്തരത്തിലുള്ള പിമ്പിൾസ് റിമൂവ് ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബ്രഷ് വളരെ ചെറുതാണ്, അത് ഞാനൊന്ന് വലുതാക്കി കൊടുക്കുന്നു. ബ്രഷ് വലുതാക്കാനുള്ള ഷോർട്ട് കീ ഇതാണ്. ഇപ്പോൾ ഈ ഒരു ഫേസ് നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് ഒരുപാട് പെർഫെക്ഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.